പ്രേമസ്വരൂപികളും ആത്മസ്വരൂപികളായിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ശിവരാത്രി എന്ന് കേൾക്കുമ്പോൾ ഭഗവാൻ ശിവൻ്റെ രാത്രിയാണ്, ശിവന് വേണ്ടിയുള്ള രാത്രിയാണ് എന്നൊക്കെ നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കണം. ശ്രീ പരമേശ്വരന് രാത്രിയും പകലുമില്ല, അവിടെ നിന്ന് ഉറങ്ങുന്നതുമില്ല. നിത്യാനന്ദമായ ഉണർവാണ്, ബോധമാണ് ശിവം. ശിവരാത്രിയും അതുപോലെ വ്രതങ്ങളും വിശേഷ ദിവസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം നമുക്ക് വേണ്ടിയുള്ളതാണ്, ഈശ്വരന് വേണ്ടിയുള്ളതല്ല. അവയെല്ലാം ഒരേ ഒരു സന്ദേശമാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്: നീ നിന്നെ അറിയുക. ശിവൻ പരമമായ ത്യഗത്തിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും മൂർത്തി ഭാവമാണ്. അഹങ്കാരത്തിൻ്റെ ഭാരമാണ് ഏറ്റവും വലിയ ഭാരം. ആ ഭാരം നമ്മൾ പരിത്യജിക്കുമ്പോൾ ശിവത്തിലേക്ക് നമ്മൾ ഉയരും. ആ പരിത്യാഗത്തിൻ്റെ പരമാനന്ദവും പരിപൂർണതയുമാണ് ശിവൻ. ഞാൻ ആ പരിപൂർണത തന്നെയാണ് എന്നറിയുന്നതാണ് സത്യത്തിൽ ശിവരാത്രി. സാധാരണ മനുഷ്യനെ സംബന്ധിച്ചോളം രാത്രി എന്ന് പറയുന്നത് എല്ലായിടവും ഇരുട്ടി വ്യാപിച്ചിരിക്കുന്നു, ഒന്നിനെയും വേർതിരിച്ചറിയാൻ കഴിയാത്തൊരു ബാഹ്യമായ അവസ്ഥയാണ്. എന്നാൽ ശിവരാത്രിയിലെ രാത്രി എന്ന പദത്തിൻ്റെ അർത്ഥം അതല്ല. ഞാൻ, നീ, അതേ ഇത് എല്ലാം വേർതിരിച്ചറിയുന്ന ഭേദഭാവത്തോടെ നമ്മൾ കാണും. രാത്രിയിൽ ഇതൊന്നുമില്ല. താൽക്കാലികമായിട്ടാണെങ്കിലും രാത്രിയുടെ അന്ധകാരത്തിൽ പകൽ കാണുന്ന വ്യത്യാസങ്ങളൊന്നും നമ്മുടെ ദൃഷ്ടിപ്പെടുന്നില്ല. എല്ലാം ഒന്നായി തോന്നും. അത് ശിവത്തിൻ്റെ പ്രതീകമാണ്. ദ്വൈതഭാവം നശിക്കുമ്പോൾ ശിവോഹം എന്ന അദ്വൈതഭാവം നമ്മളിൽ ഉണരുന്നു. നമ്മുടെ രണ്ട് കണ്ണുകൾ ദ്വൈതഭാവത്തിൻ്റെ പ്രതീകമാണ്. അതിലൂടെയാണ് നമ്മൾ നാനാത്മ ലോകവും വ്യത്യാസവും കാണുന്നത്. പലതായി കാണുന്ന ഈ പ്രപഞ്ചം ഏകമായ ആത്മശക്തിയുടെ വിവിധ ഭാവങ്ങളാണെന്നറിയുമ്പോൾ ദ്വൈതബോധത്തിൻ്റെ രണ്ട് കണ്ണുകളും അപ്രത്യക്ഷമാകുന്നു. ശിവൻ്റെ തൃക്കണ്ണ് നമ്മളിലും തെളിയുന്നു. നമ്മളും തിലോചനായി ഭവിക്കുന്നു, അല്ലേ? നമ്മളും ആ ശിവനായി തന്നെ ഭവിക്കുന്നു. അതുകൊണ്ട് ശിവരാത്രി എന്ന രാത്രിയുടെ അന്ധകാരത്തെ സൂചിപ്പിക്കുന്നതല്ല, അത് മറിച്ച് അഖണ്ഡബോധത്തിൻ്റെ കോടി സൂര്യപ്രഭയെ സൂചിപ്പിക്കുന്നതാണ്. ഗുരുസന്നദ്ധി ചെന്നപ്പോൾ ശ്രീ ശങ്കരനോട് ഗുരു ചോദിച്ച്, നീ ആരാണ്? അപ്പോൾ അദ്ദേഹം എന്താണ് പറഞ്ഞത്? ഞാൻ മനസ്സോ ബുദ്ധിയോ അഹങ്കാരമോ ചിത്തമോ പഞ്ചഭൂതങ്ങളോ പഞ്ചേന്ദ്രിയങ്ങളോ ഒന്നുമല്ല, ഞാൻ ആനന്ദസ്വരൂപമായ ശിവമാണ്. ശ്രീ പരമേശ്വരനും പാർവതിയും രണ്ടല്ല, ഒന്നാണ്. ശിവന് ശക്തിയും ശക്തി ശിവനുമുണ്ട്. ഈ അർത്ഥത്തിൽ ജഗൽപിതാവും ജഗൽമാതാവും ഒന്നാണ്. പിതാവിൽ മാതാവും മാതാവ് പിതാവും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഭഗവാൻ ശിവൻ ഒരേ സമയം പെട്ടെന്ന് കോപിക്കുന്നു, പെട്ടെന്ന് പ്രസാദിക്കുന്നു. അച്ഛനെപ്പോലെ കർശനമായ ശിക്ഷണവും അമ്മയെപ്പോലെ പെട്ടെന്ന് നിലയുന്നൊരു ഹൃദയവും. പ്രകൃതി നോക്കിയത് ശരിയാണെന്ന് നമുക്ക് ബോധ്യമാകും. പ്രകൃതി പെട്ടെന്ന് കലുഷമാവും, നൊടിയോടെ ശാന്തമാകുകയും ചെയ്യും. എല്ലാം വാരക്കൊരു തരം, അതേപോലെ പെട്ടെന്ന് തിരിച്ചെടുക്കുകയും ചെയ്യും. ഒരേ ശക്തി തന്നെ പ്രപഞ്ചമാതാവും പിതാവുമായിരിക്കുക. ആ ശക്തിയെ ഈശ്വരനെ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം ഈശ്വരൻ നമ്മുടെ അച്ഛനും അമ്മയുമാണ്. പക്ഷെ ആ കൃപ ലഭിക്കാൻ നമ്മുടെ മനസ്സിൻ്റെ കലുഷം അകലാണ്. മനുഷ്യ മനസ്സിൽ നിറയുന്ന കലുഷതയും ശാന്തതയുമാണ് പ്രകൃതിയിൽ പ്രകടമാക്കുന്നത്. ഒരു മൂലയിൽ ഒരു 10 കുട്ടികളിരിക്കുക, എഴുതാൻ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയായിരുന്നു, അക്ഷരം എഴുതിക്കാൻ. ഒരു കൊച്ചു കരയാനുണ്ടായി, അടുത്ത കുട്ടി കരഞ്ഞു, ബാക്കിയെല്ലാം കൂടെ കരയാനുണ്ടായി. ചില കുട്ടികൾ ഇങ്ങനെ എന്തെങ്കിലും എടുത്ത് കൊട്ടിച്ചിരിക്കുന്നുണ്ട്, മറ്റു കുട്ടികളെല്ലാം ചിരിക്കുന്നത്. അപ്പോൾ ആ തരംഗങ്ങൾ അത് പരസ്പരം മറ്റുള്ളിലെ ഉണർത്തുന്നു എന്നുള്ളതാണ് ആ തത്വം. അപ്പോൾ ഏതെങ്കിലും ഒരു സാധനം എവിടെയെങ്കിലും വീണ് ശബ്ദം കേൾക്കുമ്പോൾ അറിയാതെ നമ്മുടെ ഒരു ഹൃദയത്തിൽ വന്ന് അടിച്ചിട്ട് ഞെട്ടിലുണ്ടാകും. ഈ സ്പീഡിലുള്ള പ്ലെയിൻ ഇറക്കിയ സമയമുണ്ട്. ആ സമയത്ത് ആ പ്ലെയിൻ ഓടുന്ന സമയത്ത് താഴെയുള്ള വീടുകളുടെ കെട്ടിടങ്ങളെ ഭിത്തി തന്നെ പൊട്ടാൻ തുടങ്ങി. ആ തരംഗത്തിൽ വന്നടിക്കുന്നതാണ്. പ്ലെയിനിൻ്റെ സ്പീഡിൻ്റെ തരംഗം അന്തരീക്ഷത്തിൽ വ്യാപിക്കുന്നുണ്ട്.
അപ്പോൾ നമ്മുടെ ഈ കലുഷതകൾ പ്രതിഫലിക്കുന്നുണ്ട്. ഓളമുള്ള കായലിൽ സൂര്യൻ്റെ പ്രതിബിംബം കാണാൻ പറ്റില്ല. അതുപോലെ മനസ്സ് കലുഷമാണെങ്കിൽ നമ്മളെ നമുക്കറിയാൻ സാധിക്കുന്നില്ല. നമ്മളത് തന്നെയാണ്, ആ ഒരു ഭാവമാണ് അന്തരീക്ഷത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കർമ്മങ്ങൾ യജ്ഞമനോഹമാട്ടണം, നിസ്വാർത്ഥത വേണം എന്നൊക്കെ പറയുന്നത് ഏതൊരു കർമ്മത്തിൻ്റെയും ഫലം നമുക്ക് മാത്രം അവകാശപ്പെട്ടതല്ല. അതിൻ്റെ ഒരു പങ്ക് ഈ പ്രപഞ്ചത്തിനും സകല ജീവരാശികൾക്കും അവകാശപ്പെട്ടതാണ്. അപ്പോൾ ഈ പ്രപഞ്ചത്തിനും സകല ജീവരാശികൾക്കും അവകാശപ്പെട്ടെന്ന് പറയാൻ കാരണം, നമ്മളൊരു വിത്ത് നട്ടു, അത് വൃക്ഷമായി. പക്ഷേ ഈ വൃക്ഷത്തിൻ്റെ വേര് മണ്ണിനെ ശുദ്ധീകരിക്കുന്ന ഒരു ഫിൽറ്റർ വരാം. മണ്ണിനെ ശുദ്ധീകരിക്കും, ശുദ്ധമായ വെള്ളം നമുക്ക് കിട്ടും. മണ്ണിനെ ശുദ്ധീകരിക്കുന്നുണ്ട്, വിഷത്തെ ശുദ്ധീകരിക്കുന്നുണ്ട്. നമ്മൾ തന്നെ റിസർച്ച് ചെയ്തതാണ്. ഇലകൾ അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കുന്നുണ്ട്. അപ്പോൾ അന്തരീക്ഷത്തെ ശുദ്ധവായു നമുക്ക് തരുന്നുണ്ട്, ശുദ്ധജലം തരുന്നുണ്ട്. അപ്പോൾ അതിനപ്പുറമായ അതിലെ കാകൾ, കിളികൾ തിന്നുന്നുണ്ട്. നമ്മളും വിറ്റ് പൈസ മേടിക്കുന്നുണ്ട്. അതിൻ്റെ പഴങ്ങൾ, അതിൻ്റെ കാകൾ പിന്നെയും അനേക വൃക്ഷങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് നമുക്ക് മാത്രമല്ല സകല ജീവരാശികൾക്കും അവകാശപ്പെട്ടെന്ന് പറയാൻ കാരണം.
കര കാണാത്തൊരു കരുണ
അലയിളകും നൻപിൻ പെരുമാ നിലയറിയാത്ത നിതാന്ത നിയോഗം നിലയറിയാത്ത നിതാന്ത നിയോഗം അറിയുകയൻ ഗുരുവേ. Imagine you put an ad, an advertisement in the newspaper or the TV channels outlining the job description of a Sadguru. Okay? Sadguru needed. This is the advertisement. And the main responsibility, guide millions of immature devotees to the supreme goal of human existence. That's the main responsibility. And job requirements, sacrifice all your sleep, privacy and comforts. Spend 12 to 15 hours on an average every single day in the midst of all sorts of people, every hour of every day listening to the bottomless pit of everyone's problems and desires. Do you think anyone in the world would apply for such a job? No. This is what Amma does. Amma knows that from a spiritual perspective, most people are toddlers, even the so-called scholars. And a true mother gives milk to her when the baby cries, right? And Amma is fully aware of this truth. She hears the cries of her babies. She knows that they are crying for the pure milk of love. And that's why Amma says there is a child within every single person. There's a child. And during bhajans, every single day nowadays, every single day Amma says he's like a child pointing to me. It's a baby. But it's not just me, it's all of us. I represent you. Like Arjuna represents the entire humanity, I represent you. So every single one of us is crying for this pure love. So she gives them the untainted milk of devotion, even though Amma is permanently established in the supreme state of dharma vivakshita. You know that right name from the Sahasranama? Om Dharma Vivakshadaya Namaha. As described by the Sri Lalita Sahasranama, she comes down to our level from that state to help us understand, to guide us, inspire and uplift us. And what exactly does this supreme state of Dharma Vivakshita denote? The commonly known interpretation is that Devi is untouched, unaffected, or beyond all forms of dharma and adharma. She is the undivided and infinite consciousness. But here, dharma also means those actions permitted or prescribed by the Vedas, and adharma is prohibited actions as mentioned in the Vedas. And yet another explanation which may sound a little weird is that which creates bondage is dharma. Here dharma means karma. So that's why this language is very, very subtle. It has to be understood properly. Dharma means karma, and adharma here means moksha. This means Devi has neither bondage nor liberation. She is the transcendental reality because there is nothing to be liberated. It's beyond. Already established in this transcendental state of reality, so there is no bondage. Dharma also means that which brings samatvam, equanimity, equal vision. Whereas adharma is that which causes vishamam, grief. Adharmam is grief. Vishamam, we plus samam is equal to vishamam, opposite of samatvam.
equanimity. So Amma's job is to gradually take us from Ekarupa Bhakti or Ekarupa Ishvaraha, God with one form, which is the beginning, to Aneka Rupa Bhakti, Aneka Rupa Ishvaraha, seeing world as God, every form as God, every name as God. That is the middle. Aneka Rupa, you seeing the world, every form, every name as God. And from there to Arupa Bhakti or Arupa Ishvaraha, which is the final state, formless God who transcends all names and forms. And remember, as we move from one stage to another, the former doesn't become contradictory at all. It's like going from the first standard to the second standard to the third standard to the fourth standard. Can you say the first standard was useless? The first standard was the foundation. So first standard means it includes everything else. Fourth standard or 10th standard, even PhD, it means it is all inclusive. Right? It's all inclusive. It doesn't become contradictory at all. From that dimension, you move to another, that's all, to another level. And that's why a true Advaita Vedanti, such as Amma, can happily worship anything and everything, even insentient beings. Ekarupa Ishvaraha, God with any form. Anekarupa Ishvaraha, seeing nature and the entire creation as God. And Arupa Ishvaraha, God beyond all names and forms. Basically, Arupa Bhakti, formless worship or formless God, includes the other two. There is absolutely no contradiction here. The higher one doesn't replace the other two. It is only a difference in dimension. Old age doesn't contradict young age, does it? No. New songs do not replace old songs, do they? No. This is the way. Both are valid in their own levels. This is the way a seeker sees God as his or her understanding about God grows, and this is what Amma is slowly trying to teach us. The word bhakti is used in all of them. Therefore, when Amma uses the word bhakti, it is important to understand its context, the depth and real meaning of it.